ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എനി പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എനി പോയിന്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് കിട്ടി ഇലക്ട്രിക് ഫീൽഡ് ഇ ആക്സിയൽ ഇസ് ഈക്വൽ ടു 1/4πε0 2p/r³. നമ്മുടെ ഡെറിവേഷനിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് ഇക്വറ്റോറിയൽ ലൈൻ? Equatorial line is the perpendicular bisector passing through the midpoint of the dipole. നമുക്കറിയാം ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് പ്ലസ് ക്യൂ ചാർജ് മൈനസ് ക്യൂ ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ടു എ. സോ ഒ ആണ് സെന്റർ ഓഫ് ദ ഡൈപോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓയിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പ്ലസ് ക്യൂ ചാർജിലേക്ക് എ ഡിസ്റ്റൻസ്, മൈനസ് ക്യൂ ചാർജിലേക്കും എ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇനി ഇക്വറ്റോറിയൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ ഡൈപോൾ. ഇതാണ് മിഡ് പോയിന്റ് ഓഫ് ദ ഡൈപോൾ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്തു പോകുന്ന ലൈനെ നമ്മൾ വിളിക്കും ഇക്വറ്റോറിയൽ ലൈൻ. അതിലെ ആ ലൈനിലെ ഒരു പോയിന്റ് ആണ് പി. സോ ലെറ്റ് പി ബി എ പോയിന്റ് at a distance r from the center of the dipole. ഇപ്പോൾ ഓർത്തിരിക്കുക, ഡൈപോളിന്റെ സെന്ററിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് പി വരെയുള്ള ഡിസ്റ്റൻസ് എക്സും മൈനസ് ക്യൂ ചാർജിൽ നിന്നും അതേ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കാം. ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ പ്ലസ് ക്യൂ ചാർജ് മൂലവും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മൈനസ് ക്യൂ ചാർജ് മൂലവും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. പ്ലസ് ക്യൂ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവേ ഫ്രം ദ ചാർജ് ആണ്. സോ ദിസ് ഈസ് ഇ പ്ലസ്. മൈനസ് ക്യൂ ചാർജ് ടുവേർഡ്സ് ദ ചാർജ് ആണ്. ദിസ് ഈസ് ഇ മൈനസ്. വി നോ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു ജനറൽ എക്സ്പ്രഷൻ ഇ ഈസ് ഈക്വൽ ടു 1/4πε0 q/r². ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കുക. Due to the plus q charge, E plus is equal to 1/4πε0 q divided by ചാർജിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇവിടെ അത് x ആണ്, by x². ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ മൈനസ് ക്യൂ ചാർജ് E minus equal to 1/4πε0 q. ഇവിടെ ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ ചാർജിന്റെ. q ബൈ ഡിസ്റ്റൻസ് എക്സ് തന്നെ, q ബൈ x². ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ ക്ലിയർ ആണ്. ഇ പ്ലസും ഇ മൈനസും ഈക്വൽ ആണ്. ഇ പ്ലസിന്റെ ഡയറക്ഷൻ എവേ ഫ്രം ദ ചാർജ് ആണ്, ഇ മൈനസ് ടുവേർഡ്സ് ദ ചാർജ് ആണ്. ഫിഗറിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇ പ്ലസ് ഇസ് അലോങ് ദിസ് ഡയറക്ഷൻ, ഇ മൈനസ് ഇസ് അലോങ് ദിസ് ഡയറക്ഷൻ. രണ്ടും ആർബിറ്ററി ഡയറക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്റ്റർ സം എടുക്കണം. ഇ പ്ലസിന്റെയും ഇ മൈനസിന്റെയും വെക്റ്റർ സം എടുത്തെങ്കിൽ മാത്രമേ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഫിഗറിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇ പ്ലസിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്, അല്ലെ? ആർബിറ്ററി ആണ് ഇ പ്ലസ്, അതുകൊണ്ട് ഇ പ്ലസിന് ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് കാണും, അത് ഇ പ്ലസ് കോസ് തീറ്റയും. പ്ലസിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഇ പ്ലസ് സൈൻ തീറ്റയും. അതുപോലെ തന്നെ ഇ മൈനസ് ഓൾസോ ഹാസ് ടു കമ്പോണൻസ്. പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഇ മൈനസ് സൈൻ തീറ്റ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇ പ്ലസ് കോസ് തീറ്റയുടെ അതേ ഡയറക്ഷനിൽ വരുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇ മൈനസ് കോസ് തീറ്റ. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഇ ഈക്വൽ ടു വെക്ടർ ഇ ഈക്വൽ ടു സം ഓഫ് വെക്ടർ ഇ പ്ലസ് ആൻഡ് വെക്ടർ ഇ മൈനസ്. ഇ പ്ലസ് എന്ന് പറയുന്നത് രണ്ട് കമ്പോണൻസ് ഉണ്ട്, ഇ പ്ലസ് കോസ് തീറ്റ പ്ലസ് ഇ പ്ലസ് സൈൻ തീറ്റ പ്ലസ് ഇ മൈനസിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്, ഇ മൈനസ് സൈൻ തീറ്റ
പ്ലസ് ഇ മൈനസ് കോസ് തീറ്റ. ഫിഗറിൽ നോക്കിയാൽ ഇ പ്ലസ് സൈൻ തീറ്റയും ഇ മൈനസ് സൈൻ തീറ്റയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. കാരണം ഇ പ്ലസിന്റെയും ഇ മൈനസിന്റെയും വാല്യൂ സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റും ആണ്. ഇപ്പോൾ അവർ തമ്മിൽ ക്യാൻസൽ ആവും. ഇ പ്ലസ് സൈൻ തീറ്റ ആൻഡ് ഇ മൈനസ് സൈൻ തീറ്റ ക്യാൻസൽസ് ഈച്ച് അതർ. Then electric field E equal to E plus cos theta plus E minus cos theta. നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചു E plus is equal to 1 by 4 pi epsilon 0 Q by x square. E minus is also 1 by 4 pi epsilon 0 Q by x square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 Q by x square cos theta plus 1 by 4 pi epsilon 0 Q by x square cos theta. അതായത് 2 into 1 by 4 pi epsilon 0 Q by x square cos theta. ഈ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ദിസ് ആംഗിൾ ഈസ് തീറ്റ, ദിസ് ഡിസ്റ്റൻസ് ഈസ് എ ആൻഡ് ഹൈപ്പോട്ടന്യൂസ് ഈസ് എക്സ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ദർഫോർ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ എക്സ്. ബൈ പൈതഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2, അതായത് റൂട്ട് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇ ഈസ് ഈക്വൽ ടു 2 into 1 by 4 pi epsilon 0 Q by x square into cos theta is a by x. E equal to 2 into 1 by 4 pi epsilon 0 a q divided by x cube equal to 1 by 4 pi epsilon 0 2aq divided by x cube. നമുക്കറിയാം 2aq എന്ന് പറയുന്നത് p ആണ്. therefore E equal to 1 by 4 pi epsilon 0 p by x cube where p equal to 2aq. ഡൈപോൾ മൂവ്മെന്റ് P is equal to 2aq. നമുക്ക് വേണ്ടത് x ക്യൂബ് ആണ്. x equal to x a square plus r square the whole raised to 1/2. x cube is equal to a square plus r square the whole raised to 3/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. E equal to 1 by 4 pi epsilon 0 p divided by a square plus r square the whole raised to 3/2. For a short dipole, r is very very greater than a. Therefore, a square can be neglected. a square നമുക്ക് കട്ട് ചെയ്ത് കളയാം. E equal to 1 by 4 pi epsilon 0 p divided by r square the whole raised to 3/2 equal to 1 by 4 pi epsilon 0 p divided by r square the whole raised to 3/2 r cube. Electric field due to the equatorial line E equator equal to 1 by 4 pi epsilon 0 p by r cube where P is the dipole moment. നമുക്കറിയാം E axial is equal to 1 by 4 pi epsilon 0 2p by r cube. Therefore, we can say that E axial equal to 2 times E equatorial. ഇതും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.